ഇടുക്കി പീരുമേട് കാട്ടാനയാക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട സീതയാണ് മരിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് കാട്ടാനയെ ആക്രമിച്ചത്. സീതയുടെ ഭർത്താവ് ബിനുവിനും ആക്രമണത്തിൽ പരിക്കുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. രാഹുൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്, ദുഃഖകരമായ വാർത്തയുമാണത്. കാരണം ഈ രീതിയിൽ കാട്ടാന കലി അത് നമ്മുടെ ഇടുക്കിയിൽ മാത്രമല്ല മറ്റിടങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയവരെയാണ് കാട്ടാനയെ ആക്രമിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഇവർക്കിത് അറിയാവുന്ന ഇടങ്ങളാണോ? കാരണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇപ്പോൾ മരിച്ചത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഈ വനമേഖലയിൽ സ്ഥിരമായിട്ട് പൊക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. സീതയും ഭർത്താവ് വിനുവും രണ്ട് മക്കളും ചേർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വനമേഖലയിലേക്ക് കയറി പോകുന്നത്. പ്ലാക്കത്തടം എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള പ്രദേശമാണ്. ഉൾവനം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, അതിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഈ മേഖലയിൽ ഈ പീരുമേട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. അതിലുൾപ്പെട്ട ഒരു കാട്ടാനയാണ് ഈ സീതയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ കാടിനുള്ളിൽ വെച്ച് സീതയെ ക്രൂരമായ രീതിയിൽ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. തലക്കേറ്റ പരിക്കാണ് ഈ മരണകാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആശുപത്രിയിൽ നമുക്ക് വിവരമായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ കാട്ടാന ശല്യത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഇവിടെ നടന്നതാണ്. പലതവണ പ്രതിഷേധം ഈ RRT ഓഫീസിലേക്ക് തന്നെ നടന്നതാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. അതിന് പിന്നാലെ ഈ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടതിന് പിന്നാലെ CPM-ന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ RRT ഓഫീസ് ഉപരോധിക്കുകയും ചെയ്യുന്നത്. പലതവണ ഈ പ്രതിഷേധം ഉൾപ്പെടെ നടത്തിയതാണ്. പക്ഷേ ഈ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിന് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന്, വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് കടുത്ത അനാസ്ഥ, ഉത്തരവാദിത്വമില്ലായ്മ, ഈ കാട്ടാനകളെ തുരത്തുന്നതിലും വന്യമൃഗങ്ങളുടെ ശല്യം ജനവാസ മേഖലയിലേക്ക് വരുന്നത് ഒഴിവാക്കുന്നതിലും ഉദ്യോഗസ്ഥന്മാർ കടുത്ത അനാസ്ഥ കാണിക്കുന്നുണ്ട്. ആ അനാസ്ഥയുടെ ഫലമാണ് ഇന്ന് ഇപ്പൊ സീത എന്ന് പറയുന്ന പെൺകുട്ടി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടാൻ ഇടയായ സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ വണ്ടിപ്പെരിയാറിൽ മൗണ്ട് എസ്റ്റേറ്റിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അന്തോണി എന്ന് പറയുന്ന ഒരു തൊഴിലാളി പരിക്കുപറ്റി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഈ വന്യമൃഗങ്ങളെ തുരത്തുന്ന കാര്യത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, RRT അടക്കം, റേഞ്ച് ഓഫീസർ അടക്കം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന കടുത്ത അനാസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഈ കാട്ടാന ഇന്നലെ കുറച്ചുകൂടി അടുത്ത ജനവാസ മേഖലയിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അത് അല്പം അപ്പുറത്തേക്ക് മാറിയത്. ആദിവാസി ജനവിഭാഗങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഇപ്പൊ മരണപ്പെട്ട സീതയും അവരുടെ കുടുംബവും സ്വന്തമായി വീട് പോലുമില്ല, അവർക്ക് ജീവിക്കാൻ മറ്റ് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല. പഞ്ചായത്ത് തന്നെ ഒരുക്കി കൊടുത്തിട്ടുള്ള പ്രത്യേകമായ ഒരു സംവിധാനത്തിനകത്താണ് അവർ താമസിക്കുന്നത്. ആദിവാസി ജനവിഭാഗങ്ങൾ എന്ന നിലയിൽ അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനുള്ള അവകാശം അവർക്കുണ്ട്. അതിന്റെയും കൂടി അടിസ്ഥാനത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാവുന്നത്. ഇവർക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ദീർഘദിവസങ്ങളായി ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആനയെ തുരത്തണം. പക്ഷെ അവരതിന് തയ്യാറാവുന്നില്ല. ഒരു സന്ദർഭത്തിൽ ഒരാന ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ, മനുഷ്യനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ആന പിന്നീട് തുടർച്ചയായ അത്തരം ആക്രമണങ്ങളിലേക്ക് തിരിയും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അനുഭവമുള്ള ആളുകൾ, അറിയാവുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുണ്ടാക്കുന്ന കടുത്ത ആശങ്ക നാട്ടിലെ ജനങ്ങൾക്കിടയിലുണ്ട്. ആ ആശങ്കയിൽ കൂടി നിന്നുകൊണ്ടാണ് വളരെ പെട്ടെന്ന്, ഇതൊരു പ്രത്യേകിച്ച് തയ്യാറാക്കി നടത്തുന്ന ഒരു പ്രതിഷേധ പരിപാടിയല്ല, വളരെ പെട്ടെന്ന് വൈകാരികമായി ജനങ്ങളുടെ പ്രതികരണമാണ്. ഈ പ്രതികരണത്തിന്റെ കുറെ കൂടി ശക്തമായ രൂപം തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടി ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ മരിയഗിരി സ്കൂളിന്റെ അടുത്ത് ഒരു കാട്ടാന റോഡ് മുറിച്ച് കിടക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്ത്, CCTV ദൃശ്യങ്ങളൊക്കെ വരികയും ചെയ്താണ്. ആ കൂട്ടത്തിൽപ്പെട്ട കാട്ടാനയാണ് ഇത്തരത്തിലൊരു അക്രമം നടത്തിയിരിക്കുന്നത്. ഒരു ജീവൻ എടുക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യക്ഷമമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. മാത്രമല്ല, ഈ മരിച്ച സീതയുടെ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം ഉൾപ്പെടെ കൊടുക്കണമെന്നുള്ള ആവശ്യം ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം പ്രതിഷേധത്തിന്റെ തോത് കൂടും, പ്രതിഷേധത്തിന്റെ തീവ്രത കൂടും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന ഒരു നിലയുണ്ടായിരുന്നു. എന്തായാലും ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ആദ്യം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധക്കാരുണ്ടായത്. എന്റെ വീടിന്റെ കുഞ്ഞു തെങ്ങ് വരെ നമ്മുടെ അമ്പലം, പീരോട് അമ്പലമില്ലേ, അമ്പലത്തിന് ഒരു 10 മീറ്റർ താഴെ ഉള്ളൂ. അവിടെ വന്ന് ആ തെങ്ങൊക്കെ പറിച്ച് വാഴയെല്ലാം കളഞ്ഞ് പോവാ.
ഞാനും അതാണ് തീവ്രമായിട്ടുള്ള കാട്ടാന ശല്യം ഈ മേഖലയിൽ തുടരുകയാണ്. അത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഇതിന് സമീപ നാളുകളിലാണ് ഈ കാട്ടാന ശല്യം രൂക്ഷമാകാൻ തുടങ്ങിയത്. പലതവണ ഇതുപോലുള്ള സമാനമായ പ്രതിഷേധം CPM-ന്റെയും അതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടും യാതൊരു പ്രയോജനവും അതെ, ആ പ്രതിഷേധങ്ങൾക്ക് രാഹുൽ, ആ പ്രതിഷേധങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ജീവൻ കൂടി അവിടെ ഈ കാട്ടാനക്കളിയിൽ നഷ്ടമാവുന്നത്. ഇപ്പോൾ അവിടെ പ്രതികരിച്ച ആൾ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വനം വകുപ്പിനെതിരെയല്ല, ഈ ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രശ്നക്കാർ എന്ന് പറയുന്നു. അപ്പോൾ രാഹുൽ, ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അവിടെ ഈ പ്രശ്നം നിലനിൽക്കെ എന്ത് സമീപനമാണ് ഇതിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് സ്വീകരിച്ചത്? അവരുടെ വിശദീകരണങ്ങൾ, അവരുടെ ഭാഗത്തുള്ള സ്റ്റാൻഡ് എന്താണ്? വനംവകുപ്പ് ആദ്യമേ തന്നെ ഇത് വനത്തിനുള്ളിൽ നടന്നൊരു കാട്ടാന ആക്രമണമാണ് എന്ന രീതിയിൽ പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു നിലയിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്, ഈ പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രതികരണം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വനത്തിനുള്ളിലാണ് ഈ കാട്ടാന ആക്രമണം നടന്നത് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം സ്ഥിരമായിട്ട് ഈ വനമേഖലയിലേക്ക് പോകുന്ന ആളുകളാണ്. വനത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാന ആക്രമണം ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഈ കാട്ടാനകൾ ജനവാസ മേഖലയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറെ ആയതാണ്. ഈ പീരുമേട്ടിലെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിന്റെ മുൻപിൽ വരെ കാട്ടാന എത്തുകയും വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും അല്പം മുമ്പ് ഇവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകളുടെ കൃഷിവിളകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ ആനകളെ സ്ഥിരമായി വനത്തിലേക്ക് തുരത്താൻ വേണ്ടിയുള്ള നടപടി ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഈ ശബരിമല വനമേഖലയിൽ നിന്നാണ് ഈ ആനകൾ കയറി വരുന്നത്. അത് ഒരുപാട് ദൂരം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഈ ആനകൾക്ക് പീരുമേട് പോലുള്ള ഒരു ജനവാസ മേഖലയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. സമീപ നാളുകളിലായി എത്തുന്ന കാട്ടാനകളെ സ്ഥിരമായി തുരത്താനുള്ള ഒരു നടപടി അത് സ്വീകരിക്കേണ്ടതായിരുന്നു. അത് എന്തുകൊണ്ട് ഇത്രയും വൈകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സാധ്യമായില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അതിന്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് വരെ പോയിരിക്കുന്നത് ചില്ലറ കാര്യമല്ല. ആളുകൾക്ക് ഭയമുണ്ട്. ഈ വനം മേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന, അല്ലെങ്കിൽ ഈ വനത്തോട് ചേർന്ന് അല്ലെങ്കിൽ വനത്തോട് ഇണങ്ങി വനത്തെ അറിയാവുന്ന ആളുകൾക്ക് പോലും ഇത്തരം ഒരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഈ ജനവാസ മേഖലയിൽ പൂർണ്ണമായിട്ട് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് വലിയ ഭയവും ആശങ്കയും ഉണ്ട്. അത് പരിഹരിക്കേണ്ടത് വനംവകുപ്പാണ്. അതിനുള്ള നടപടിയാണ് അടിയന്തരമായി സ്വീകരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു മരണം ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രതിഷേധം കൊണ്ട് തീരുന്നതല്ല ഈ കാട്ടാന പ്രശ്നം എന്നുള്ളത് കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിന് വനംവകുപ്പ് തന്നെയാണ് കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടത്. അത് അടിയന്തരമായി ഉണ്ടായില്ല എങ്കിൽ ഈ പീരുമേട്ടിലെ ജനങ്ങളുടെ അവസ്ഥ കൂടുതൽ ദുഷ്കരമാകുമെന്ന് ജനങ്ങൾ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അവർ അപേക്ഷിക്കുകയാണ് ഈ കാട്ടാന ശല്യം ശാശ്വതമായിട്ട് തന്നെ ഉടൻ പരിഹരിക്കണമെന്ന്. യെസ്, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ ഉപജീവന മാർഗമാണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഈ വനവിഭവങ്ങൾ ശേഖരിക്കുക, കാടിനകത്തേക്ക് പോയി അത്തരം വിഭവങ്ങൾ ശേഖരിക്കുക, അത് വിൽക്കുക, അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ കാടിനകത്ത് നടന്ന സംഭവമാണ്, എന്തിനാണ് കാടിനകത്തേക്ക് പോയെന്നൊക്കെ ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. കാരണം അതാണ് അവരുടെ ഉപജീവന മാർഗം. ആ രീതിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടായത്. വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഒന്നാകെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.